ഇത് നമ്മളൊരു ബോർവെൽ മോട്ടറിന് ഓട്ടോമാറ്റിക് പിടിപ്പിച്ചാട്ടോ. ബോർവെൽ മോട്ടറിന് ഓട്ടോമാറ്റിക്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 2 വയർ ഈ ഡിവൈസ് പ്രവർത്തിക്കാൻ, ഈ 2 വയർ NC, ഇത് സ്റ്റാർട്ട് കമാൻഡ് NO, ഇത് 2 സെക്കൻഡ് കഴിയുമ്പോൾ കപ്പാസിറ്ററിൻ്റെ സ്റ്റാർട്ടിങ് കപ്പാസിറ്ററിൻ്റെ അങ്ങനെയുള്ള സാധനങ്ങൾ പിടിപ്പിച്ചാലാട്ടോ ഈ ബോർവെൽ മോട്ടർ സുഖമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അല്ലാണ്ട് സാധാരണ ഒരു വാട്ടർ ലെവൽ കൺട്രോൾ വെച്ചിട്ട് ഇതിലേക്ക് കണക്ഷൻ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രവർത്തിക്കും, പക്ഷേ അതിൻ്റെ സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ ഒന്നും വർക്ക് ചെയ്യില്ല. സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ വർക്ക് ചെയ്യാതിരുന്നാൽ നിശ്ചിതമായിട്ട് കിടക്കുന്ന മോട്ടറുകൾ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിവൈസുകൾ അധികം ഉപയോഗിക്കുക. ഇത് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്തതാണ്, സാൻടെക്. അപ്പോൾ ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡ്രൈ റൺ പർപ്പസ് ഉണ്ട്, ഹൈ വോൾട്ട് ലോ വോൾട്ട് ഉണ്ട്, പിന്നെ ടാങ്കിലെ വാട്ടർ ലെവൽ അനുസരിച്ച് പ്രവർത്തിച്ചോളും. ഇതിപ്പോൾ CRIയുടെ പാനൽ മോട്ടർ ടച്ച് പോയിൻ്റ് ആണ്, ഇതിലൊക്കെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. സിംഗിൾ ഫേസ് ആണ് ഈ മോട്ടർ. ഇതിപ്പോൾ നമ്മൾ ഈ വയർ സെൻസറിൻ്റെ വയർ പറഞ്ഞ് പിടിച്ചിട്ടാണെന്ന് വെച്ചാൽ ടാങ്കിലേക്കല്ല കൊടുത്തത്, പുറത്തേക്കാണ് കൊടുത്തേക്കണം. അങ്ങനെ വെള്ളം കലക്കൽ വെള്ളം കാരണം കുറച്ച് 1-2 ദിവസം പുറത്തടിച്ച് കളഞ്ഞതിൻ്റെ ശേഷം മാത്രമേ ഇത് ടാങ്കിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ 2 HP മോട്ടറാണ്, 13.5 ആംപിയർ എടുക്കുന്നുണ്ട്. ഇതൊരു പ്ലൈവുഡ് കമ്പനി ആയതുകൊണ്ട് 220 വോൾട്ട് സ്റ്റഡിയും ഉണ്ട്. ഓക്കെ, ഇതുകൂടെ കൊടുക്കുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. സാധാ ഒരു വാട്ടർ ലെവൽ കൺട്രോൾ വെച്ചിട്ട് കൊടുക്കുന്നതിനേക്കാളും ഇച്ചിരി ബെറ്റർ ആയിരിക്കും.